എത്തിക്കൽ ഹാക്കിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗോബസ്റ്റർ ടൂളിനെ കുറിച്ചാണ്. അതായത് ഗോബസ്റ്റർ ടൂളിന്റെ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. ഗോബസ്റ്റർ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സിങ് ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ സബ് ഡൊമൈൻ ഇനുമറേഷൻ ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ വി ഹോസ്റ്റ് ബ്രൂട്ട് ഫോഴ്സിങ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സെക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. കാരണം ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന വെയിൽ ലിസ്റ്റ് സെക് ലിസ്റ്റിനകത്തിലെ വെയിൽ ലിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് സെക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. സെക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഡോ apt ഇൻസ്റ്റാൾ സെക് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ഈ ഒരു സെക് ലിസ്റ്റ് നിങ്ങളുടെ മെഷീനകത്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഗോബസ്റ്റർ വെച്ചിട്ട് എങ്ങനെ ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സിങ് ചെയ്യാൻ നോക്കാം. ടൂളിന്റെ നെയിം കൊടുക്കുക, ഗോബസ്റ്റർ എന്ന് കൊടുക്കുക, ഗോബസ്റ്റർ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ dir കൊടുക്കുക. dir കൊടുത്തിട്ട് -u കൊടുക്കുക. -u കൊടുത്തിട്ട് URL കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ഗോബസ്റ്റർ, അതായത് ടൂളിന്റെ നെയിം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സിങ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ dir കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -u കൊടുത്തു. -u കൊടുത്തിട്ട് വേണം നമ്മൾ ടാർഗറ്റ് വെബ്സൈറ്റിന്റെ URL കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ടാർഗറ്റ് വെബ്സൈറ്റിന്റെ URL കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -w കൊടുക്കുക. -w കൊടുത്തിട്ട് വെയിൽ ലിസ്റ്റിന്റെ പാത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ വെയിൽ ലിസ്റ്റിന്റെ പാത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വെയിൽ ലിസ്റ്റിന്റെ പാത്ത് കൊടുത്തു -w കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് -s കൊടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണേ കൊടുത്താൽ മതി എക്സ്റ്റൻഷൻ. അപ്പൊ ഞാനിവിടെ -s കൊടുത്തിട്ട് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ത്രെഡ്സ് കൊടുക്കാം. ത്രെഡ്സും ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണേ കൊടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ 10 കൊടുക്കുകയാണ്. എത്ര കൂടുതൽ കൊടുക്കുന്നോ അത്രയും ഫാസ്റ്റർ ആവുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എൻ്റർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡയറക്ടറി ഇനുമറേഷൻ മോഡിലാണ് ഇപ്പം ഗോബസ്റ്റർ വർക്ക് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 4.4.php, അതായത് 404.php എന്ന് പറയുന്ന ഒരു പാത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്തിലോട്ടൊന്ന് പോയി നോക്കാം. നമുക്കിത് കോപ്പി ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഒരു പാത്ത് ഇവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ആ ഒരു സെർവർ കിട്ടി. ആ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുന്ന സെർവർ നമുക്ക് കിട്ടി. അതെന്ന് പറയുന്നത് Nginx 1.19.0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് CVS എന്ന് പറയുന്ന ഒരു പാത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്തിലോട്ട് ഒന്ന് പോയി നോക്കാം. നമുക്കിത് കോപ്പി ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കുറെ ഫയൽസ് ഉണ്ട്. റൂട്ട്, റെപ്പോസിറ്ററി, entries.log, entries എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫയൽസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഫയൽ ഏത് ഫയലാണോ നമുക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇതൊന്നും ഡൗൺലോഡ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അഡ്മിൻ പാനൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എനിക്കിവിടെ കാണാൻ പറ്റും CVS entries എന്ന് പറയുന്ന ഒരു പാത്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ റെപ്പോസിറ്ററി കിട്ടിയിട്ടുണ്ട്. CVS റൂട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് നോക്കാം. റൂട്ട് യൂസറിന്റെ പാസ്വേഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു ഫയലാണ് കിട്ടിയത്. ഈ ഒരു ഫയൽ ആണ് ഡൗൺലോഡ് ആയത്, റൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഫയലിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. മറ്റും പാസ്വേഡോ യൂസർ നെയിമോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല. ബ്ലാങ്ക് ആണ് ആ ഒരു ഫയല്. നമുക്ക് വേറെ പാത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അഡ്മിൻ എന്ന് പറയുന്ന ഒരു പാത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാത്തിലോട്ട് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും create.sql എന്ന് പറഞ്ഞ ഒരു ഫയലുണ്ട്. ഓക്കെ, അപ്പം ചിലപ്പം ഈ ഒരു ഫയലിനകത്തൊക്കെ ചിലപ്പം യൂസർ നെയിമും പാസ്വേഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ,
അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യൂസർ നെയിമും പാസ്വേഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഞാനിത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയാണ്. റോബസ്റ്റർ ടൂൾ യൂസ് ചെയ്തിട്ട് സബ് ഡൊമൈൻ എനുമറേഷൻ എങ്ങനെ ചെയ്യാം? അതായത് DNS എനുമറേഷൻ. അതായത് ഒരു മെയിൻ ഡൊമൈന്റെ സബ് ഡൊമൈൻസിനെ കണ്ടുപിടിക്കുക. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ടൂളിന്റെ നെയിം കൊടുക്കാം, ഗോബസ്റ്റർ. നമ്മളിവിടെ ചെയ്യുന്ന എന്താണ്? DNS എനുമറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ DNS കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് -d കൊടുക്കുക. -d കൊടുത്തിട്ട് എന്താണ് കൊടുക്കേണ്ടത്? ഡൊമൈൻ ആണ് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ -d കൊടുത്തിട്ട് ഡൊമൈൻ കൊടുത്തു, truecaller.com കൊടുത്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് -w കൊടുക്കുക. -w എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ലിസ്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ വെയിറ്റ് ലിസ്റ്റിന്റെ പാത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -t എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ്സ് ആണ്. ഓക്കെ. ത്രെഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് -t. ഇപ്പൊ ഇവിടെ -t അതായത് ത്രെഡ്സ് 1 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് 10 കൊടുക്കാം. ഓക്കെ. എത്ര കൂടുതൽ കൊടുക്കുന്നോ അത്രയും ഫാസ്റ്റർ ആവുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ത്രെഡ്സ് 10 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ്, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സബ് ഡൊമൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈൽഡ് കാർഡ് കൊടുക്കുന്നത്. ഓക്കെ. അതായത് വാലിഡ് ആയിട്ടുള്ള സബ് ഡൊമൈൻസ് മാത്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈൽഡ് കാർഡ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഗോബൂസ്റ്റർ റൺ ചെയ്യുന്നത് DNS എനുമറേഷൻ മോഡിലാണ്. ഓക്കെ. ഞാൻ ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ. ഞാനിപ്പോ ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് കുറെ സബ് ഡൊമൈൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇതെല്ലാം Truecaller, അതായത് truecaller.com എന്ന് പറയുന്ന മെയിൻ ഡൊമൈന്റെ സബ് ഡൊമൈൻസ് ആണ് ഇത് മൊത്തം. നമുക്ക് കിട്ടിയ ഈ ഇതെല്ലാം truecaller.com എന്ന് പറയുന്ന മെയിൻ ഡൊമൈന്റെ സബ് ഡൊമൈൻസ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരെണ്ണം ഒന്ന് പോയി ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് നമുക്ക് കോപ്പി ചെയ്യാം. നമുക്ക് ഫയർഫോഴ്സ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ആ ഒരു കോപ്പി ചെയ്ത സബ് ഡൊമൈൻ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എൻ്റർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇത് ഓപ്പൺ ആയി. അതായത് ആ ഒരു സൈറ്റ്, ആ ഒരു സബ് ഡൊമൈൻസിലുള്ള ആ ഒരു സൈറ്റ് ഓപ്പൺ ആയി. അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരെണ്ണോടെ നോക്കാം. community.truecaller.com. നമുക്ക് ഇതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു സബ് ഡൊമൈനൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള സബ് ഡൊമൈൻസ് ആണ്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ ക്ലൗഡ് ഫ്ലെയറിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ഇത് ഓപ്പൺ ആയി. ആ ഒരു സബ് ഡൊമൈൻസിനുള്ളിലുള്ള ആ ഒരു സൈറ്റ് ഓപ്പൺ ആയി. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ DNS എനുമറേഷൻ ചെയ്യുന്നത് ഗോബസ്റ്റർ ടൂൾ യൂസ് ചെയ്തിട്ട്. അതായത് DNS എനുമറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഡൊമൈന്റെ സബ് ഡൊമൈൻസിനെ കണ്ടുപിടിക്കുക. ഓക്കെ. ഗോബസ്റ്റർ ടൂൾ യൂസ് ചെയ്തിട്ട് vHost ബ്രൂട്ട് ഫോഴ്സിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. vHost ബ്രൂട്ട് ഫോഴ്സിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ IP അഡ്രസ്സിനകത്ത് ഡിഫറെന്റ് ഹോസ്റ്റ് കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് വെബ്സൈറ്റ്സ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഹോസ്റ്റ് കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ vHost ബ്രൂട്ട് ഫോഴ്സിങ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ടൂളിന്റെ നെയിം കൊടുക്കുക. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? vHost ബ്രൂട്ട് ഫോഴ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ടൂളിന്റെ നെയിം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? vHost ബ്രൂട്ട് ഫോഴ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ vHost കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -u കൊടുത്തിട്ട് നമുക്ക് URL ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു URL ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് തൽക്കാലം Truecallerന്റെ ആ ഒരു URL തന്നെ കൊടുക്കാം. ഓക്കെ. ഞാനിവിടെ truecaller.comന്റെ truecaller.com ആ ഒരു URL ആണ് കൊടുത്തത്. ഫസ്റ്റ് നമ്മൾ എന്താണ് കൊടുത്തത്? ഗോബസ്റ്റർ ടൂളിന്റെ നെയിം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് vHost ബ്രൂട്ട് ഫോഴ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ vHost കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -u കൊടുത്തിട്ട് നമ്മൾ URL കൊടുത്തു. URL കൊടുത്തു കഴിഞ്ഞിട്ട് -w കൊടുത്തിട്ട് വെയിറ്റ് ലിസ്റ്റിന്റെ പാത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ വെയിറ്റ് ലിസ്റ്റിന്റെ പാത്ത് കൊടുത്തു. പാത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് കൊടുക്കേണ്ടത്? -t കൊടുത്തിട്ട് ത്രെഡ്സ് എത്രയാണെന്ന് കൊടുക്കണം. എത്ര കൂടുതൽ കൊടുക്കുന്നോ അത്രയും ഫാസ്റ്റർ ആവുന്നതായിരിക്കും. അപ്പം -t കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വർക്ക് ആവുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് എൻ്റർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും vHost എനുമറേഷൻ മോഡിലാണ് ഇപ്പോൾ വർക്ക് ആവുന്നത്. ഓക്കെ. തൽക്കാലം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് vHost ബ്രൂട്ട് ഫോഴ്സിങ് ചെയ്യുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വി ഹോസ്റ്റ് ബ്രൂട്ട് ഫോഴ്സിങ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.